കുരുവി ഉറങ്ങിപ്പോയി. നല്ല ഉറക്കത്തിലാണ്. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവാളെ. ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബൂട്ടീസ് ഇട്ടുണ്ട്. ഒക്കെ നല്ല ഉറക്കം വന്നായിരുന്നു. അപ്പം തന്നെ ഉറങ്ങിപ്പോയി. നമ്മൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓട്ടോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ. കുഞ്ഞി എവിടെ പോണു? ഓട്ടോ വന്നൂടാ. കറങ്ങാൻ പോകാൻ മൂപ്പര് ഭയങ്കര ഉഷാറാണ്. കാഴ്ചയും കണ്ടോട്ട് ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇരിക്കും. ഒരനക്കം ഉണ്ടാവില്ല, ഒരു മിണ്ടാട്ടവും ഉണ്ടാവില്ല. ചാവക്കാട് ഹയാത്ത് ഹോസ്പിറ്റലാണ് അവളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഹലോ ഹലോ കുരുവി. ടോക്കൺ നമ്പർ 167. നമ്മൾ കുരുവിനെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്. അച്ഛന് കയ്യിന് നല്ല വേദന ഉണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പം നമ്മൾ ഓർത്തോനെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങളോട് വീട്ടിൽ പോയിക്കോളാൻ, അച്ഛൻ തന്നെ വന്നോളാമെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ഒരുമിച്ച് വരാമെന്ന് വിചാരിച്ചു. അത്രയും നേരം അവൾ മിണ്ടാണ്ട് നല്ല കുട്ടിയായിട്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോണവരൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതാണിപ്പോൾ മൂപ്പരുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. കുറേ നേരം വെറുതെ ഇരിക്കണ്ടേ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അറിയണ ഒരു ചായക്കട ഉണ്ടായിരുന്നു, നല്ല ചായയും കടിയും കിട്ടുന്ന ഒരു സ്ഥലം. അവിടെ പോയി നോക്കിയപ്പോഴാണെങ്കിൽ എല്ലാം കഴിഞ്ഞു അവിടെ. അപ്പം ഞങ്ങളിതാ വേറൊരു സ്ഥലത്ത് കയറിയിട്ട് ചായ കുടിക്കാൻ കയറിയിട്ട് അവിടെ വെച്ചാൽ ഒരു കടിയില്ല. കുഞ്ഞിന് ചായ വേണോ? ചായ വേണം, ചായയും സമൂസയും. ഞങ്ങള് ചാവക്കാട് നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ബസ്സിൽ കയറി ഗുരുവായൂർ ഇറങ്ങിയിട്ട് ഗുരുവായൂരിന്ന് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. നോക്കുമ്പം സാധാരണ നിർത്തണ ഇപ്പൊ സ്റ്റാൻഡ് ഇല്ലാത്തോണ്ട്, ഗുരുവായൂർ സ്റ്റാൻഡ് ഇല്ലാത്തോണ്ട് ഇപ്പുറത്ത് കൊണ്ടു നിർത്തിയേക്കാം, കുറേ ഇപ്പുറത്തേക്ക്. ഇവിടുന്നാണ് ഓട്ടോ ഇല്ല, ഒന്നുമില്ല. ഇനി അവിടെ പോയിട്ട് കുറേ നടന്നിട്ട് വേണം ഇനി ഓട്ടോ പിടിക്കാൻ. അപ്പൊ ഈ വണ്ടിയുടെ ഹോണിന്റെ ശബ്ദം അവൾക്ക് ഭയങ്കര പേടി. അപ്പൊ ഹോണ് കേൾക്കുമ്പോ, വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ അപ്പം നിലവിളിക്കാം. ആ, അത് നല്ല ഐഡിയ. ഓക്കെ, പോയിട്ട് വരാം. അച്ഛനും അമ്മയ്ക്കും എന്തോ മെഡിസിൻ മേടിക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവാണ്. നീ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. പാർക്ക് അടയ്ക്കാറായിട്ടുണ്ടെങ്കിലും അവർ പോയിട്ട് വേഗം വരാം, അതുവരെ നടക്കണ്ടല്ലോ ഞാനും കുഞ്ഞുമായിട്ട്. അപ്പം ഞാനിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാനും പാർക്കിൽ ഇരിക്കുകയാണ്. കുരുവിക്ക് ഭയങ്കര പേടിയായി. അപ്പം ഞങ്ങളൊന്ന് കുറച്ചൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും മരുന്ന് മേടിക്കാൻ പോയി അപ്പുറത്ത്. അപ്പം ആ നേരത്തിന് ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു പാർക്കിൽ. ആദ്യമായിട്ട് ഒരു പാർക്ക് ഇങ്ങനെ വിജനമായിട്ട് ഞാൻ കാണുന്നത്. ഒരു മനുഷ്യന്റെ കുട്ടിയില്ല. നമ്മ ഒറ്റക്കാത്ത ഇവിടെ. മമ്മയും ബാപ്പു ഇവിടെ പോയി വരുമായിരിക്കൂല. കുരുമ ആരുമില്ലടാ അവിടെ. നമ്മ ഒറ്റയ്ക്കാ. പേടിയാണോ? ഒരു നിങ്ങൾ വീട്ടിലെത്തി. അമ്മ ചാവി, വീടിന്റെ ചാവി. എവിടെയും പോയേ കുരുവി? ടാറ്റ പോയി വന്നോ? ടാറ്റ പോയി വന്നാണ്. എവിടെ പോയേ നീ? കുരുവിന് ഒരാള് കയ്യുമ്മയൊക്കെ ഉമ്മ കൊടുത്തു. ഇത് കുട്ടികള് നമ്മള് എന്താ പറയാ, എവിടെയും കൊണ്ടുപോകുമ്പോൾ നമുക്കൊന്നും തിരിച്ച് പറയാനും പറ്റില്ല, ആരെങ്കിലും ഉമ്മ കൊടുക്കുമ്പോഴൊന്നും.
പക്ഷെ ശരിക്കും ഭയങ്കര റിസ്ക്കാണത്. കുട്ടികളെ ചെറിയ ഉണ്ണികളൊക്കെ അങ്ങനെ അത് അവരാലോചിക്കേണ്ടതാണ്. അപ്പം ഒരു കൈയൊക്കെ തുടച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അവളെ ഉറക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കുരുവിക്കുട്ടീനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.